എൻ്റെയൊക്കെ തോട്ട് പ്രോസസ്സിലൊരു ചേഞ്ച് വന്നേ പിന്നെ ഞാനിതൊക്കെ ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം ക്ലോസ്ലി ഒബ്സർവ് ചെയ്യാറുണ്ട്, കേൾക്കാറുമുണ്ട് കേട്ടോ, അത് മനസ്സിലാക്കാറുമുണ്ട്, അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് അറിയാൻ ശ്രമിക്കാറുണ്ട്. ഒരു ഫോൺ എടുത്തേ പറയണത് ഞങ്ങളൊന്ന് സഹായിക്കണം, ഇങ്ങനെ പറയണം. അപ്പം നിങ്ങളോടൊന്ന് എന്ത് സഹായമാണ് നിങ്ങൾ എന്നിലൂടെ പ്രതീക്ഷിക്കുന്നത്? സ്വാഭാവികമായിട്ടും ചോദിക്കും. ഞങ്ങളാകെ കടക്കണിയിലാണ്, ഞങ്ങളാകെ ദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾക്ക് വേണ്ടത് ഒരു 10,000 രൂപ അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപയാണ്, ഇല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് ഒരുപാട് കാശുകാരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമല്ലോ, അവരോടൊക്കെ ഒന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഈ അവസ്ഥയെ ഒന്ന് മാറ്റിത്തരണം. ഇതൊരവസ്ഥയാണ്, അവസ്ഥ മാത്രം, റിയാലിറ്റിയാണ്. റിയാലിറ്റി. അങ്ങനെ വരുന്ന ആളുകൾ ചിലപ്പോൾ ഒരു പക്ഷേ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും റിച്ച് ആകുകയും എല്ലാവർക്കും പേഴ്സണലി ഗ്രോ ചെയ്യണമെന്നൊക്കെ എല്ലാവർക്കും ഒബ്വിയസ്ലി അവരുടെ ഹാപ്പിനെസ്സിലേക്ക് പോകാം. അവർക്ക് എന്ത് അഡ്വൈസ് കൊടുക്കും? നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അൻവർ സാം മാജിക് വൈബ്സ്. നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാജിക് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. എനിക്ക് അവരോട് പറയാനുള്ളത്, ഒന്നാമത് എന്താണ് ഇപ്പോഴത്തെ റിയാലിറ്റി എങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് എനിക്ക് ഇത്ര ലക്ഷം രൂപ കടമുണ്ട്, ചിലപ്പോൾ എൻ്റെ വീട് ജപ്തി ചെയ്തേക്കാം, അല്ലെങ്കിൽ എന്താണോ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. ഇനി ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും നടക്കേണ്ടത് നടക്കും, തീർച്ചയായിട്ടും. അപ്പോൾ ആക്സെപ്റ്റ് ചെയ്താലുള്ള ഗുണം എന്താണ്? ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും ശരീരവും ഒരുങ്ങുകയാണ്. എന്ത്? ഇതാണ് റിയാലിറ്റി എന്ന് മനസ്സിലാവുന്നു. ഒരുങ്ങാണ് റിയാലിറ്റി, ഇതാണ്. ഓക്കെ, ഇനി വാട്ട് നെക്സ്റ്റ്? അടുത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണം, എനിക്ക് വീണ്ടും സമ്പത്ത് ഉണ്ടാക്കണം, ആ സമ്പത്ത് ഉണ്ടാക്കിക്കൊണ്ട് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു ഈ കടങ്ങളൊക്കെ വീട്ടണമെന്ന് തോട്ട് പ്രോസസ്സ് അങ്ങനെ ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? അയാൾ തീരുമാനിക്കുക, ഞാൻ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകണം. ആ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകണമെങ്കിൽ അതിലേറ്റവും പ്രധാനമാണ് നിലവിലുള്ള ആ അവസ്ഥയിലുള്ള ഫീലിങ്ങിൽ നിന്ന് നമ്മളൊന്ന് രക്ഷപ്പെടേണ്ടതുണ്ട്. കടമാണ് അതിൽ നിന്നൊന്ന് മാറണം. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് പഠിക്കുവാനോ അതല്ലെങ്കിൽ ഒരു സൈക്കോ തെറാപ്പിയിലൂടെ കടന്നു പോകുവാനോ, ആ ഒരു അപ്പോഴത്തുള്ള ആ ഒരു ഇമോഷൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് മാറിയാൽ തന്നെ അദ്ദേഹത്തിന് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ കഴിയും. ലോകത്ത് നമുക്ക് കാണാൻ കഴിയും, നമ്മൾ യൂട്യൂബിൽ തന്നെ നോക്കിയാൽ ഒരുപാട് രക്ഷപ്പെട്ട ആളുകൾ ഈ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. കടം കയറി കോടികൾ കടമുള്ള ആളുകൾ വീണ്ടും തിരിച്ചു വന്ന് സമ്പന്നരായ ചരിത്രം നമ്മൾ ഇഷ്ടംപോലെ എക്സ്പീരിയൻസുകൾ, സ്റ്റോറികൾ ചിലപ്പോൾ ഇബാസ്ക്ക് തന്നെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാകും, അതുപോലെ രക്ഷപ്പെട്ടു വന്ന ആളുകളുടെ. അപ്പോൾ ഇത് നമ്മുടെ മുമ്പിൽ എന്തുണ്ട്? യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു, അതിനൊരു സാധ്യത ഈ ലോകത്തുണ്ട് എന്ന്. അപ്പോൾ അതിലേക്ക് കണക്ട് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക. അതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ഇമോഷണൽ സ്റ്റേറ്റിൽ നിന്ന് മോചനം നേടുക എന്നുള്ളതാണ്. ഞാൻ കടക്കാരനാണ് എന്നുള്ള ഒരു ഇമോഷനിൽ നിന്നുകൊണ്ട് ഫസ്റ്റ് ഒരു ചേഞ്ച് വരുത്തുക. അത് കടക്കാരനാണെന്ന് ആക്സെപ്റ്റ് ചെയ്യുക, അതാണ് ഒന്നാമത്. ആക്സെപ്റ്റ് ചെയ്തിട്ട് ഇനി ഞാൻ നിൽക്കേണ്ടത് കടക്കാരനായിട്ടല്ല, എനിക്ക് സമ്പത്തുണ്ടാക്കുവാനുള്ള കഴിവുണ്ട്, അതിനുള്ള സാഹചര്യം ഈ ലോകത്തുണ്ട് എന്നതിലേക്ക് കടക്കുക. അതിനുശേഷം അതിന് വേണ്ട ഇൻസ്പയർഡ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുക. ഇൻസ്പയർഡ് ആയിട്ട് ആക്ഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനി നമ്മൾ പോകുന്നത് ക്ലിയർ റൂട്ടിലാണോ എന്നുള്ളത് നോക്കണം. കാരണം ഒരേ അബദ്ധം വീണ്ടും വരാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? എങ്ങനെയാണ് പണം ഉണ്ടാക്കേണ്ടത് എന്നും അല്ലെങ്കിൽ പണവുമായി ബന്ധപ്പെട്ടുള്ള കൺസെപ്റ്റ് എന്താണ്, ഇപ്പോൾ ഒരു ബിസിനസ് ആണെങ്കിൽ ആ ബിസിനസ്സിനെ എങ്ങനെ കൊണ്ടു നടക്കണമെന്നും ഒക്കെ നമ്മൾ പഠിച്ചിട്ട് വേണം അടുത്തതിലേക്ക് പോകാൻ. അപ്പോൾ ഈ പഠന പ്രക്രിയയിലൂടെ ഇദ്ദേഹത്തിന് ഒരു ഹീലിംഗ് പ്രോസസ്സ് കൂടെ അതിലൂടെ നടക്കും. അതോടൊപ്പം തന്നെ പണത്തെക്കുറിച്ചുള്ള ചിന്താഗതികളും അതിൻ്റെ വിശ്വാസങ്ങളും മാറി പണത്തെ അട്രാക്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഈ ആൾക്ക് മാറുവാൻ കഴിയുമെന്ന് തീർച്ചയാണ്. കാരണം എൻ്റെ മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ കഴിയും. ഒരു ഉദാഹരണം പറയാം. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, ഒരു സഹോദരി എനിക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ്, സാർ എനിക്ക് ഒരിക്കലും ഞാൻ ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ വരെ എൻ്റെ മനസ്സിലേക്ക് വരുന്നു, എനിക്കിനി എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ സഹോദരി ഇന്ന് നല്ലൊരു ബിസിനസ്സുകാരിയാണ്. ഞാൻ അത്രേ പറയുന്നുള്ളൂ, ബാക്കി നിങ്ങൾ ചേർത്ത് ചിന്തിക്കുക. ഒരു പക്ഷേ ഈ പോഡ്കാസ്റ്റ് ഈ സഹോദരി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ, ആ സഹോദരി ഞാനാണെന്നുള്ളത് അല്ല നമുക്ക് പറയാൻ പറ്റുള്ളൂ. യെസ്.